ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ക്ലാസ് റൂം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ശാസ്ത്രമേളക്ക് ബാംബൂ പ്രൊഡക്ട്സ് നിങ്ങൾ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് കേട്ടോ. ഫസ്റ്റ് നമുക്ക് LP UP വിഭാഗക്കാരുടെ കാര്യങ്ങൾ പറയാം. ഈറ അല്ലെങ്കിൽ മുള രണ്ടും ഒന്ന് തന്നെയാണ്. പൊളിയാക്കിയിട്ട് മത്സര സ്ഥലത്ത് കൊണ്ട് വരാവുന്നതാണ് കേട്ടോ. മത്സര സ്ഥലത്ത് വെച്ചിട്ട് നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തിയാക്കുവാൻ കഴിയുന്ന ഉപയോഗയോഗ്യവും മേന്മയുള്ള ഉൽപ്പന്നങ്ങളാണ് നിർമ്മിക്കേണ്ടത്. അതായത് നിങ്ങൾക്ക് ഒരു ടൈം തന്നിട്ടുണ്ടാവും, ആ ടൈമിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള വർക്കുകൾ കംപ്ലീറ്റ് ആക്കുക. പിന്നെ നിങ്ങൾക്ക് പൊളികൾ നിറം പിടിപ്പിക്കാവുന്നതാണ് കേട്ടോ. ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യവും ഉപയോഗവും കണക്കിലെടുത്തിട്ടാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുക. അതായത് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള വർക്ക് വെറൈറ്റി ആണോ അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം ഒക്കെ കണക്കിലെടുത്തിട്ടാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുക. ഓക്കെ, അതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി HS ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗക്കാർ ശ്രദ്ധിക്കേണ്ടത്, ഈറ അല്ലെങ്കിൽ മുള പൊളിയാക്കിയിട്ട് മത്സര സ്ഥലത്ത് നിങ്ങൾക്ക് കൊണ്ടുപോകുന്നതാണ്. മത്സര സ്ഥലത്ത് വെച്ചിട്ട് നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയണം നിങ്ങളുടെ വർക്ക്. പിന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന സംഭവം ഉപയോഗിക്കാൻ പറ്റുന്നതും അതേപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളാണ് നിങ്ങൾ നിർമ്മിക്കേണ്ടത് കേട്ടോ. പൊടികൾക്ക് നിറം പിടിപ്പിക്കാവുന്നതാണ്. ഉൽപ്പന്നങ്ങളുടെ വൈദഗ്ധ്യം, അതായത് നിങ്ങൾ ഉണ്ടാക്കുന്ന സാധനം അത് ഉണ്ടാക്കുന്ന നിങ്ങളുടെ ആ ഒരു വർക്ക് ഉണ്ടല്ലോ, പിന്നെ നല്ലൊരു ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആകുക. വൈവിധ്യവും ഉപയോഗവും കണക്കിലെടുത്തിട്ടാണ് മൂല്യനിർണ്ണയം ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് തന്നെ എല്ലാവരും ചെയ്യാൻ നോക്കുക. ഓക്കെ.